ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കാന്താരിമുളകൊക്കെ അരച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ചാള ഫ്രൈയുടെ വീഡിയോയാണ്. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നല്ല മൂർച്ചയുള്ള ഒരു പിച്ചാത്തിയാണ് എടുത്തിരിക്കുന്നത്. മീനിൻ്റെ വാല് നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന രീതിയിൽ ഈ മീൻ പിടിക്കുക. അതിനുശേഷം ആദ്യമേ തന്നെ ഇതിൻ്റെ വാല് നമുക്ക് മുറിച്ചു മാറ്റാം. പിന്നീട് ഈ കത്തി ഉപയോഗിച്ച് നന്നായിട്ട് ഇതിൻ്റെ ചെതുമ്പലുകൾ ഇതുപോലെ മാറ്റിയെടുക്കുക. ചെതുമ്പലുകളെല്ലാം നന്നായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലുള്ള ചിറകുകളെല്ലാം നന്നായിട്ട് മുറിച്ചു മാറ്റുക. ഇനി നമുക്കിതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു രീതിയിലാണ് ഞാനിതിവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ ഇടത്തരം വലുപ്പത്തിലുള്ള ചാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ചാളയിൽ മുട്ടയുണ്ട്, അതും കൂടെ ഞാൻ എടുക്കുവാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഒരു മീനും കൂടെ ഞാൻ ആദ്യമേ ചെയ്ത രീതിക്ക് തന്നെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ വറക്കുന്നതിന് വേണ്ടി എടുത്തിരുന്ന 1/2 കിലോ മീനും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് പല പ്രാവശ്യം വെള്ളം മാറി നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പുകല്ലിട്ടതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ഉപ്പുകല്ലും കൂടി ചേർത്ത് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും പല പ്രാവശ്യം വെള്ളം മാറി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഈ ചാളയെല്ലാം നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ നല്ല മൂർച്ചയുള്ള ഒരു പിച്ചാത്തി ഉപയോഗിച്ച് മീൻ ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. എല്ലാ മീനും ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കുക. ഇനി ഈ മീൻ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കുന്നതിനുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കുടം വെളുത്തുള്ളി പൊളിച്ചതെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത കാന്താരിമുളകും അതുപോലെ തന്നെ പച്ച കാന്താരിമുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. കാന്താരിമുളക് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പ് പച്ചമുളക് ഉപയോഗിച്ചാലും മതിയാവും. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലോട്ട് ഞാനിനി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒരു പൊടികളും ഞാനിനി ഇതിലോട്ട് ചേർക്കുന്നില്ല. ഇത്രയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ചാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 സ്പൂണ് ഉപ്പുനീര് കൂടി ചേർക്കുവാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചാളയിലോട്ട് തേച്ച് കൊടുക്കാം. ഈ മിക്സ് ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടും നന്നായിട്ട് തേക്കുക. എല്ലാ മീനിലും ഇതുപോലെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സാണ്. നമ്മൾ മീൻ വറുത്ത് കഴിയുമ്പോൾ വളരെ രുചിയാണ് ഈ മീൻ കഴിക്കുന്നതിനായിട്ട്. അപ്പോൾ ഇത് ചാളമീനിലും മാത്രമല്ല, നമ്മൾ വറുക്കുന്ന ഏത് മീനിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ കാന്താരിമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ച് തേച്ച് ഏത് മീനും വറുത്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. നമ്മൾ പൊടികളൊക്കെ ഉപയോഗിച്ചിട്ട് വറക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.
ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒരു മിനിമം ഒരു 15 മിനിറ്റ് സമയത്തേക്കെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇത് നന്നായിട്ട് ഈ മീനിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് 30 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ മീൻ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏതെണ്ണയാണോ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക. അതിനുശേഷം ഇത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന ചാള മീൻ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പം നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ടാവും, ഇതിപ്പോൾ ഇങ്ങനെ വറുത്ത് കഴിയുമ്പോഴും വെളുത്തിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ സാധാരണ നമ്മൾ പൊടിയൊക്കെ തേച്ച് വറുക്കുന്ന ആ ഒരു ഡാർക്ക് കളറിലോട്ട് ഇതും മാറും. 3-4 മിനിറ്റുകൾക്ക് ശേഷം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. ഈ മീൻ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ മീനിൻ്റെ കൂടത്തിൽ നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാന്താരിമുളക് അരച്ച് തേച്ച് വറുത്ത ചാള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരെല്ലാവരും നിങ്ങൾക്ക് കാന്താരിമുളകൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. ഇടുക്കിക്കാരി ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.